ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വ്ളോഗ് എന്താണെന്നുള്ളതല്ലോ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവില്ലേ. എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. സ്പെഷ്യൽ വ്ളോഗാന്ന് പറയുന്നില്ല, സ്പെഷ്യൽ ഡേ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായി കാണുക. കണ്ടിഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടാനും മറക്കരുത്. ഞാൻ അലക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടില്ലേ ഈ ഒരു മുള്ളൻ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഈ മരത്തിൽ ഒരുപാടുണ്ട്. ഞാൻ എപ്പോഴും രാവിലെ വന്നിട്ട് ഇതിങ്ങനെ ഒന്ന് അമർത്തി നോക്കുമ്പോൾ പഴുത്തിട്ടില്ല. ഇന്നലെ വരെ നോക്കിയപ്പോൾ പഴുത്തിട്ടില്ലേനു. ഇന്ന് നോക്കുമ്പോൾ നല്ലപോലെ പഴുത്തിട്ടുണ്ട്. അതിങ്ങനെ അമർത്തുമ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലാവും, കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ അധികം പറിക്കാൻ പോക്കാന്ന്. നമ്മളെ നാട്ടിൽ ഇതിന് മുള്ളൻ ചക്ക എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഇതിനെയാണോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്തേട്ടാ. ഇതിങ്ങനെ നിലത്തായുണ്ടാകുന്നേട്ടാ. കാക്കിയൊന്നും കാണാതിന് കാക്ക ഉണ്ടെങ്കിൽ ഇത് പണ്ടേ കൊത്തിക്കൊണ്ടുപോയിട്ടുണ്ടാവുന്നു. കുറച്ച് മുന്നേ ഇല്ലേ നമ്മൾ ഒന്ന് പറിച്ചിട്ട് അരിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പഴുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ അത് അത്ര വലിയ രസമില്ലേനു കേട്ടോ. ഇതിങ്ങനെ മരത്തിൽ വെച്ചാൽ കാക്ക കണ്ടാൽ കിട്ടൂല എന്തായാലും. അങ്ങനെയിട്ട് നമ്മളെപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്നങ്ങനെ വെച്ചതായിരുന്നു. പിന്നെ ഈ മരത്തിൽ ചെറിയ ചെറിയ വളർന്ന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടേ നിങ്ങൾ, റൂമിൽ ഡോറില്ലേ തുറന്ന് വെച്ചാൽ ഡോർ അന്നേരം കയറി കിടക്കും കേട്ടോ. കിടക്കയിൽ ഹംസൻ്റെ അടുത്ത് എപ്പോൾ തുറന്ന് വെച്ചാലും അന്നേരം കയറി കിടക്കും. ഞാൻ അധികം അടച്ചിടും. എന്നാലുമില്ലേ ഇന്നെന്തോ വിട്ടുപോയെന്നാന്ന് തോന്നുന്നു. എന്നിട്ട് വന്ന് നോക്കും വേണ്ടി ഇങ്ങനെ കാണുന്നു. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് ചെറിയ രീതിയിലുള്ള ക്ലീനിങ് ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് റൂമിലെ ടി വിയാണ്, ക്യാമറിൻ്റെ. അത് ഞാൻ ഹോളിൽ കൊണ്ടുവച്ചതാണ് കേട്ടോ. കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1-2 മാസമായിട്ടുണ്ടാവും. നമ്മുടെ ഹോളിലെ ടി വിക്ക് കംപ്ലൈൻ്റ് ആയി, അത് വർക്ക് ചെയ്യുന്നില്ല, കേടായിപ്പോയി. അപ്പോൾ ഞാൻ റൂമിലെ ടി വി കൊണ്ടുവച്ചിരുന്നു. ഇനിയിപ്പോൾ ഇത് റമദാനല്ലല്ലേ, ഇനി ടി വി ഒന്നും കാണൂലാലോ. അതുകൊണ്ട് ഞാൻ എടുത്ത് റൂമിലേക്ക് തന്നെ തിരിച്ച് വെക്കലാണ്. ഇതാണെങ്കിലില്ലേ വലിയ പായ്യാരം പോലെയാണ് കേട്ടോ ഉള്ളത്, രണ്ടും ഒന്നിച്ച് വെച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാറ്റി കളയാമെന്ന് വിചാരിച്ചത്. ടി വി സ്റ്റാൻഡൊന്നും വെക്കാൻ കഴിയിട്ട് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മേലയിലാണ് ടി വി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതെല്ലാം മൊത്തത്തിൽ ഫുൾ വൃത്തിയിടേനു കേട്ടോ. അതെല്ലാം ഞാനിതാ ഫുള്ളും വൃത്തിയാക്കി ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. എനിക്കില്ലേ ഈ കട്ടിൽ, അലമാര, ടേബിള് എല്ലാം ഇല്ലേ ഇടയ്ക്കിടെ അപ്പുറം ഇപ്പുറം മാറ്റിയിടുന്നു കേട്ടോ. ഈ മാസത്തിലെല്ലാം എനിക്കങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ വെച്ചിട്ട് കാണാൻ അത്ര ഇഷ്ടമല്ല. ഞാൻ റൂമിലായാലും ഇടയ്ക്കെല്ലാം അങ്ങനെ ചേഞ്ച് ചെയ്യലുണ്ട്.
തിരിച്ചു വരുമ്പോഴാണ് ഇതാ ഈ ഒരു സംഭവം കാണുന്നത്. ഇതിലെ ഹംദൻ്റെ പണിയായിട്ടാ. ഇവിടെ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് അതിൽ കുറച്ച് സാധനമെല്ലാം ഇട്ടിട്ട് ബിരിയാണി ആക്കല കറിയാക്കലാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒളിപ്പിച്ച് വെക്കും. ഇങ്ങനെ ഈ സോഫൻ്റെ അടിയിൽ കട്ടിലിൻ്റെ അടിയിൽ അങ്ങനെയെല്ലാം ഉണ്ട്. എന്തിനാ ഇങ്ങനെ ഒളിച്ച് വെക്കുന്നതെന്ന് അറിയാമോ? ഞാൻ അതെടുത്തിട്ട് മാറ്റി വെക്കുന്നതായിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും എല്ലാം ആയിട്ട് എടുത്തു വെക്കും. അതുകൊണ്ടാണ് കേട്ടാ അങ്ങനെ അതുപോലെ ഒളിപ്പിച്ച് വെച്ചാണ് കേട്ടാ നമ്മൾ എടുക്കുന്നതായിട്ട്. അതുപോലെ ഇതാ ഈ ഒരു പൗച്ച് ഇത് കുറച്ച് നാളായി ഓളെ കയ്യിൽ തന്നെ. ഇതിൽ ഫുള്ളും ഇങ്ങനെ മുത്താണ് കേട്ടാ. മുത്ത് അങ്ങനെ ചെറിയ കല്ല് അങ്ങനത്തെ എല്ലാം ഉണ്ടാവില്ലേ. നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ശേഖരിച്ച് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ ബാഗ് എപ്പോഴും ഓളെ കയ്യിലുണ്ടാവും. ഞാൻ എടുത്തിട്ട് അതെവിടെയെങ്കിലും മാറ്റി വെക്കുന്നതായിട്ട് ഓളിങ്ങനെ സോഫിൻ്റെ അടിയിലെല്ലാം ഒളിപ്പിച്ച് വെക്കുന്നതാണ് കേട്ടാ. ഹംദ ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. അവൾ അംഗനവാടി പോയിട്ടല്ല. ഇനി ഏതായാലും ഇത് കളയാനൊന്നും പോകുന്നില്ല. ഞാനങ്ങ് എടുത്ത് വെക്കുക തന്നെ ചെയ്യാം. പിന്നെ ഇതാ ഈ ഒരു റൂം ഉണ്ടാ എൻ്റെ പണി തന്നെയാണ് കേട്ടോ. ഞാൻ ഫുള്ളും എല്ലാം ഒരുക്കി വെക്കും. പിന്നെയും എന്തെങ്കിലും പരിപാടി വരുമ്പോൾ എല്ലാം മൊത്തത്തിൽ വാരി വലിച്ചിടും. പിന്നെ ഈ റൂമിപ്പോൾ ഞാൻ ഉപയോഗിക്കാത്തത് അങ്ങനെയെല്ലാം അലക്കിയ ഡ്രസ്സെല്ലാം ഉണ്ടാവില്ലേ, ഉണങ്ങിയിട്ട് ഞാൻ അതുപോലെ ഇവിടെ കിടക്കെ കൊണ്ടിടുകയാണ് ചെയ്യാം. അതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കലാന്ന്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയില്ലേ? ചെറിയ സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. മാഷാ അല്ലാഹ് 6 വർഷമായി അൽഹംദുലില്ലാ. സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഈ 6 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇതുവരെ ഞങ്ങൾ ഒന്നിച്ച് ഒരു ആനിവേഴ്സറി കൂടിയിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഇങ്ങനെ ആനിവേഴ്സറിക്കെല്ലാം ഒന്നിച്ച് ഉണ്ടാകാനെല്ലാം. എന്നിട്ട് പിന്നെയാണെങ്കിൽ ഇതുവരെ ഒരു പെരുന്നാളും ഒന്നിച്ച് കൂടിയിട്ടില്ല. അങ്ങനെ പരിപാടിക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ ഈ 2 പരിപാടിക്കും ഇതുവരെ ഒന്നിച്ച് കൂടിയിട്ടില്ല, പെരുന്നാളും ആനിവേഴ്സറിയും. ആനിവേഴ്സറി കഴിക്കുന്നത് എന്നല്ല കേട്ടോ, എന്നാലും പിന്നെ ഒരു രസമല്ല ഒന്നിച്ച് ഉണ്ടാകുക. രണ്ടാളും വലിയ ആഘോഷമൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള അങ്ങനെയെല്ലാം നമ്മൾ കഴിക്കലുണ്ട്. ഈ കഴിഞ്ഞ ആനിവേഴ്സറിയിൽ നമ്മൾ കഴിച്ചിട്ടാ വലിയ രീതിയിലല്ല, എന്തായാലും ഒരു കേക്ക് കട്ടിങ് എന്തായാലും ഉണ്ടാവും. പിന്നെ അപ്പുറം ഇപ്പുറം എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റെല്ലാം കൊടുക്കലുണ്ട്. പക്ഷേ ഈ ആനിവേഴ്സറിക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടാ. ഞാൻ വിചാരിച്ച് ഒന്നിച്ചില്ലാലോ, ഇതുവരെ അങ്ങനെ കൊടുത്തില്ലേ, ഇനിയിപ്പോൾ ഒന്നിച്ചില്ലാണ്ട് എന്നാ രസമോ, അത് വലിയ രസമൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കഴിക്കുന്നില്ല. കേക്ക് കട്ടിങ്ങെങ്കിലും ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത്തവണ അതും ഇല്ല കേട്ടാ. അവിടെ നോമ്പ് തുടങ്ങിയില്ലേ, നോമ്പിട്ട് അന്നാണിത്. ഏതായാലും ഇത്തവണ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. പോയി വരുന്ന ആ ഒരു ടൈമിലുള്ള ഡ്രസ്സും പയ്യാറെല്ലാം അതായത് അവിടെ നിന്ന് എടുത്തിട്ട് വന്നതും അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ നമ്മളെന്തെങ്കിലും പോകാനിറങ്ങുമ്പോൾ എന്തായാലും ഇവിടെ പോകാനിറങ്ങുമ്പോൾ ഞാൻ എന്തായാലും വെച്ചിടും. ഒന്ന് സെലക്ട് ആക്കിയിട്ട് വെച്ചാൽ ആരും വേണ്ട, അതെടുത്തിട്ട് വേറെ എടുക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ബെഡിൽ അങ്ങനെ വെക്കാന്ന് ചെയ്യും. ഞാനെല്ലാം പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും കുറച്ച് ലേറ്റാവും വീഡിയോ എടുക്കുന്നില്ലേ. അങ്ങനെ അതുകൊണ്ട് ഞാൻ കുറേ വീഡിയോ ഓഫാക്കിയിട്ടില്ലാണ്, ഫുള്ളും ക്ലീനെല്ലാം ചെയ്തിട്ടുള്ളത്. ഡ്രസ്സെല്ലാം ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ കുറേ എല്ലാം ഒന്നിച്ചിടുമ്പോൾ എന്തായാലും നല്ല മടിയായിരിക്കും. ഞാൻ ഏതായാലും ഇന്ന് തന്നെ അങ്ങ് ചെയ്ത് കളയാന്നുള്ള രീതിയിൽ വേഗം ഇറങ്ങിയതാണ് കേട്ടോ. ഇതിങ്ങനെ വെച്ചാൽ എനിക്ക് കൂടെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നിയിന്. ഇപ്പോൾ നമുക്ക് കുറച്ച് കണ്ടാൽ അതിന് വേറെ മടക്കി വെച്ച ഡ്രസ്സുകൾ ഉണ്ടാവില്ല, അത് അതിൻ്റെ മുകളിൽ തന്നെ കൊണ്ടിടും.
അങ്ങനെ എല്ലാ ദിവസവും കൊണ്ടുകൊണ്ടിടുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ഏതാണ് ക്ലീനാക്കാൻ കഴിയില്ല, നാളെ ക്ലീനാക്കാമെന്നുള്ള വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് വെക്കുന്നതാണ്. പിന്നെ നിങ്ങളെല്ലാവരും വിചാരിക്കും ഭയങ്കര സർപ്രൈസും ഭയങ്കര ആർഭാടെല്ലാം ആയിട്ടാണ് ആനിവേഴ്സറി. പക്ഷെ എനിക്ക് 1-2 മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ആനിവേഴ്സറിൻ്റെ വ്ളോഗ് ഉണ്ടാവുമല്ലോ അല്ലേ. ഞാൻ ഇന്ന് ഏതായാലും വെറുതെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അങ്ങനെ പരിപാടിയായിട്ടൊന്നുമില്ല കേട്ടോ. ഞാനത് മെസ്സേജ് അയച്ചപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. കുറേ ആൾ മെസ്സേജ് അയച്ചിനേനു. അങ്ങനെ ഇതാ ഹംദൻ്റെ കുറേ ക്ലിപ്പെല്ലാം ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഒരുപാട് കളയേണ്ടതെല്ലാം ഉണ്ട്. അതങ്ങനെ അവിടെ എടുത്ത് വെച്ചാണ്. ഏതായാലും പിന്നെ കളയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചാണ് കേട്ടോ. അപ്പോൾ ഏതെല്ലാം ഉണ്ട്, പൊട്ടിയതും അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാം ഒന്ന് മൊത്തത്തിൽ ക്ലീനാക്കി എടുക്കാനുണ്ട്. ഇപ്പം തൽക്കാലം അങ്ങനെ പോട്ടെ എന്നുള്ള രീതിയിൽ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൂട്ടുന്നതാണ്. ഇപ്പം ആണെങ്കിലില്ലേ നല്ല ചൂടാണ് കേട്ടോ. മുകളിലും കൂടി ആയതുകൊണ്ട് പറയണ്ട. ഈ റൂമിൽ ഞാൻ കയറാറേ ഇല്ല. ഫാനൊന്നും ഇട്ടാൽ ഒട്ടും ഏശൂല കേട്ടോ. അങ്ങനത്തെ ചൂടാണ്. അങ്ങനെയെല്ലാം ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് വേഗം തീർത്തിട്ട് ഒന്ന് താഴെ പോയാൽ മതി എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് വേഗമൊന്നും ഞാൻ ഇവിടെ നിന്നല്ല കേട്ടോ വെക്കുക. പെട്ടെന്ന് ഞാൻ പോകേണ്ട ആ ഒരു തിരക്കിൽ എവിടെയെങ്കിലും അങ്ങ് വെക്കലാണ്. ഇത് പിന്നെ ഞങ്ങളെ കുറച്ച് ഫയലെല്ലാം കേട്ടോ. ഹംദൻ്റെയും എൻ്റെയും ലിസ്റ്റിൻ്റെ എല്ലാം ആയിട്ട്. ഹംദക്ക് സ്കൂൾ ചേർത്താൻ ടൈമായില്ല. അപ്പോൾ ഓൾക്ക് ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് പുറത്ത് എടുത്തതിനു. ഇനിയിപ്പോൾ ഇതെല്ലാം അങ്ങ് എടുത്ത് വെക്കലാണ്. സ്കൂൾ ചേർത്താൻ ടൈമായില്ലേ. അപ്പോൾ ഏതായാലും ഇനി നോമ്പ് കഴിഞ്ഞിട്ട് ചേർത്താന്നുള്ള രീതിയിൽ അങ്ങനെയാണ്. അങ്ങനെ ഇതാ ഇപ്പോൾ ഏകദേശം റൂം ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇത് പിന്നെ ഞങ്ങൾ രാവിലെ പറിച്ച മുള്ളൻ ചക്കയില്ലേ, അത് ഏതായാലും ഇപ്പോൾ ഒന്ന് മുറിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അങ്ങ് വിട്ടു പോയിട്ടാ. കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും മറന്നു പോവും. അങ്ങനെയാണ്. നല്ലപോലെ സെറ്റായി വന്നുകൊണ്ട് തന്നെയില്ലേ, ഞാൻ കൈ വെച്ചിട്ടൊന്ന് പൊളിച്ചെടുക്കാൻ ശ്രമം നടത്തി. അപ്പോൾ നടക്കുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ കത്തി തന്നെ എടുത്തിട്ട് കത്തി വെക്കുമ്പോൾ തന്നെ വേഗം തന്നെ മുറിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. ആദ്യം ഒന്നെടുത്ത് കഴിച്ച് നോക്കിയേട്ടാ. ഉപ്പുമ്പോൾ നല്ല മധുരമുണ്ട്. ഭയങ്കര ടേസ്റ്റായിട്ടൊക്കെ തോന്നിയിരുന്നു. എൻ്റെ മനസ്സിലേക്ക് എന്താണ് ഇങ്ങനെ വെച്ചേരോ, അത്ര വലിയ ടേസ്റ്റ് ഇല്ല, എന്നിട്ട് കഴിച്ചിട്ടില്ല. ഇത് നല്ല മധുരമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഹംദക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ഉച്ചയ്ക്ക് അതെല്ലാം കഴിഞ്ഞ് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഇത് നല്ല സാധനമാണ് കേട്ടോ. പിന്നെ എല്ലാ രോഗത്തിനും ഭയങ്കര അടിപൊളി സാധനമാണെന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം കരുതി ഹംദ കഴിക്കൂല, നമുക്ക് ഇഷ്ടാവില്ല. പക്ഷെ ഒക്കെ ഇഷ്ടമായി കേട്ടോ. അവൾ നല്ലപോലെ കഴിച്ചിന്. അതെങ്ങനെ കഴിക്കുന്ന ടൈമിലല്ലേ ഞാൻ ഈ ഫോണിലാണ് എൻ്റെ പഴയ വെഡ്ഡിങ് ഫോട്ടോ എല്ലാം ഉള്ളത്. അതൊന്ന് വെറുതെ ഓപ്പൺ ആക്കി നോക്കുന്നതായിട്ടാ. കുറേ കാലമായില്ലേ, കുറേ കാലത്തിന് ശേഷം എല്ലാം നോക്കുമ്പോൾ നല്ല രസമല്ലേ. അങ്ങനത്തെ ഒരു കോളേനായിട്ട് ആ ഒരു ടൈം. ഇപ്പം അല്ലേ നല്ല അടിപൊളി വെഡ്ഡിങ് ഫോട്ടോ എല്ലാം വന്നതിന്. നമ്മളെ ആ ഒരു ടൈമിൽ വലിയ രസമൊന്നുമില്ലേ. ഇപ്പം ആണെങ്കിലേ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ വെഡ്ഡിങ് ഫോട്ടോ ആൽബം ഒക്കെ ആക്കാൻ പറ്റുന്ന നമ്മളെ ഫേസ് വെച്ചിട്ട് നല്ല ഇപ്പോഴത്തെ ആ ഒരു മോഡലിൽ
വെഡ്ഡിങ് ഫോട്ടോയെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ അന്വേഷിച്ചേനു. പിന്നെ കുറച്ച് റേറ്റ് കൂടുതലുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഫോട്ടോ അല്ലേ മതി പിന്നെ ആക്കാന്നുള്ള രീതിയിൽ അങ്ങനെ വിട്ടേനു. ഇതിപ്പോൾ രാത്രി 8 മണിയായിട്ടാ. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഒന്ന് പുറത്ത് പോകുന്നതാണ്. എൻ്റെ കസിനില്ലേ ഉപ്പാൻ്റെ പങ്ങള മക്കൾ അവർ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രാവിലെ തുടങ്ങിയിരുന്നു. അങ്ങനെ ഞാൻ ഓരോന്ന് പറഞ്ഞു വേണ്ടി ലാസ്റ്റ് അവർ വിടൂലാന്നായതോ ഞാൻ പറഞ്ഞു ഏതായാലും ശരി പോവാന്നുള്ള രീതിയിൽ അങ്ങനെ പെട്ടെന്ന് റെഡിയായി പോകുന്നതാണ് കേട്ടാ. അങ്ങനെ അതൊക്കെ നല്ല മോഡലായിട്ടൊന്നും എയർ കെട്ടി കൊടുക്കുന്നില്ല കേട്ടാ. ഇപ്പം തന്നെ 8 മണി 8:30 ആവാറായിനി. ആ ഒരു ടൈം ആയിനി. 8 മണിക്കാണ് സംഭവം പറഞ്ഞിനി പോവാൻ. അങ്ങനെ എനിക്ക് ഇരുട്ടിന്ന് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. ലൂണൻ്റെ കുറച്ച് മണലും സംഭവങ്ങളെല്ലാം വാങ്ങാനുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഷോപ്പ് പൂട്ടിപ്പോയി കേട്ടോ, ലേറ്റ് ആയതുകൊണ്ട്. അങ്ങനെ ഇപ്പം ഞങ്ങൾ മട്ടന്നൂരാണ് പോകുന്നത്. മട്ടന്നൂർ ചിക്കിങ്ങില്ലേ അവിടേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഫുഡ് ഓർഡർ ചെയ്ത് നമ്മൾ 4 പേരും കുട്ടികളെല്ലാം ആയിട്ടാണ് പോയി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് പിറ്റേ ദിവസം നോമ്പാണ് കേട്ടോ. നോമ്പിൻ്റെ തലേന്നാന്നിട്ട് ഏതായാലും നോമ്പായി 1 മാസം വീട്ടിൽ ഫുഡ് കഴിക്കും എന്നുള്ള രീതിയിലാണ്. 1 മാസം കഴിഞ്ഞിട്ട് അതിന് ഫുഡ് കഴിക്കും എന്നല്ല കേട്ടോ. 1 മാസമെല്ലാം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ നോമ്പ് കഴിഞ്ഞിട്ടല്ലേ റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കും. അങ്ങനെ വന്നിട്ട് പോയതാണ്. ഇന്നത്തെ ഒരു വ്ളോഗ് പിന്നെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ആക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വ്ളോഗുമായിട്ട് വരാം. അപ്പോൾ താങ്ക് യു, ബൈ.